കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ജയത്തോടും ബലത്തോടും ദൈവകൃപയോടും അവിടെ നമ്മെ നടത്തുന്നതാവും. ഹോവ നീതിയും നേരുമുള്ളവനാണ്. നീതിയുള്ള ന്യായാധിപതിയാണ്. ലോകത്തിലെ ന്യായാധിപതികളൊക്കെ എല്ലാവർക്കും നീതിയുണ്ടെന്ന് പറയാൻ പറ്റും എന്ന് തോന്നുന്നില്ല. പക്ഷെ നീതിയുള്ള ന്യായാധിപതി, ആർക്കെങ്കിലും നീതിയും ന്യായവും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നീതിയുള്ള ന്യായാധിപതിയായവന്റെ കരം ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് അവിടുത്തെ കണ്ണുകൾ നമ്മളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വീഴുന്നവരെയൊക്കെയും താങ്ങുന്ന ഒരു കരമുണ്ട് കേട്ടോ. നീ എഴുന്നേൽക്കത്തില്ല, കിടപ്പിലായി ചലിക്കത്തില്ലെന്ന് പറയുമ്പോൾ നമ്മെ താങ്ങുന്ന ശ്രേഷ്ഠകരമായൊരു ഭുജമുണ്ട്, അറിയുന്ന ഒരു ഭുജമുണ്ട്. സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് വാർത്താൽ അവിടെയും നമ്മെ നടത്തുന്ന ഒരുവനുണ്ട്. ആ കരം ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കുകയില്ല. എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. സ്തോത്രം. ആ ഭുജത്തിന്റെ വല്ലഭത്വം ഇന്ന് പകൽ എത്ര പേർ തിരിച്ചറിയുന്നു? വീര്യം പ്രവർത്തിക്കുന്ന, ഉയർന്നിരിക്കുന്ന ശക്തിയുള്ള ഭുജം തന്റെ ജനത്തിനു വേണ്ടി നീട്ടുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലത്തെ കെടുത്തി, രാജ്യങ്ങളെ പിടിച്ചടക്കി, വാഗ്ദത്തങ്ങൾ പ്രാപിച്ചു. വാളിന്റെ വായ്ക്ക് തെറ്റി യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. ഇതെല്ലാം വിശ്വാസത്താലാണ് സംഭവിച്ചതെങ്കിൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി, വിശ്വാസത്തിൽ ശക്തരായി മുൻപോട്ട് പോകാൻ തയ്യാറായാൽ ഒരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്തുവാൻ സാധ്യമല്ല. നമ്മുടെ മേൽ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം ഈ ദിവസങ്ങളിൽ സകലത്തെയും ജയിച്ച് മുൻപോട്ട് വരാൻ ഇടയാക്കും എന്നുള്ളതിന് സംശയമില്ല. ശക്തനാക്കുന്ന ദൈവത്തിന്റെ കരം ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നാൽ ആർക്കും അതിനെ തടയുവാൻ സാധ്യമല്ല. നമുക്കറിയാം, നമ്മുടെ ദൈവം എന്നും എന്നേക്കും രാജാതി രാജാവും കർത്താതി കർത്താവുമാണ്. ആ കരം എവിടൊക്കെ നീട്ടിയിട്ടുണ്ടോ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, വിടുതലായി പരിണമിച്ചിട്ടുണ്ട്. അവിടുത്തെ കരത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. യോബിന്റെ പുസ്തകം 11:18, പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും, നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും, നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല, പലരും നിന്റെ മമത അന്വേഷിക്കും. പ്രത്യാശയുള്ളത് കൊണ്ട് നീ നിർഭയനായിരിക്കും. സഹോദരങ്ങളെ, ബാക്ക്ഗ്രൗണ്ട് ഒന്നും പറയുന്നില്ല. നമ്മുടെ അകത്തൊരു പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇവിടെ ഞാൻ തകരില്ല. എന്നെ വിടുവിക്കുന്ന, എന്നെ സഹായിക്കുന്ന, എന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രത്യാശയുള്ളത് കൊണ്ട് ഭയമകത്ത് വരത്തില്ല. ഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. പ്രത്യാശ അകത്ത് വന്നാൽ ധൈര്യമുണ്ടാവും. എപ്പോഴും ഓർക്കുക, പ്രത്യാശ അകത്ത് വന്നാൽ ധൈര്യം വരും. സഹോദരങ്ങളെ, ഈ പ്രത്യാശ അകത്ത് വന്നാൽ
ധൈര്യം വന്ന് മുൻപോട്ട് മൂവ് ചെയ്യാനുള്ളൊരു കരുത്ത് വ്യാപരിക്കും. അതുകൊണ്ട് മറ്റിടത്ത് എഴുതി, നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്ക, ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. അടുത്ത്, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ആ പ്രത്യാശ ഇല്ലാതായി പോവില്ല. ഭാഗ്യകരമായൊരു പ്രത്യാശ നമുക്കുണ്ട്. നമ്മുടെ കർത്താവ് മടങ്ങി വരും. സ്തോത്രം. കഷ്ടതയില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, മരണമില്ലാത്ത ഒരു നാട്ടിലേക്ക് നമ്മളെ കൊണ്ട്. പ്രത്യാശയുണ്ട് നമ്മുടെ അകത്ത്. അതുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ എത്ര എതിരാണെങ്കിൽ, വെല്ലുവിളികൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും നിരാശ വരത്തില്ല. പ്രത്യാശയുള്ളവൻ തല ഉയർത്തിപ്പെടും. നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും. നിന്നെ അസ്വസ്ഥമാക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പീസ് ഓഫ് മൈൻഡ് വരും. മൈൻഡിനോട് പറയണം, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. സ്വസ്ഥത. പലപ്പോഴും അലട്ടലുകൾ, സമ്മർദ്ദങ്ങൾ നമ്മളെ വല്ലാതെ ഉലയ്ക്കുമ്പോൾ അകത്ത് പ്രത്യാശ വരട്ടെ. എന്നെ വിടുവിക്കുന്നവൻ ഇവിടെയുമുണ്ടാവും. ആഗർ പറഞ്ഞു, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. അത് പത്മോസിനും ഇറങ്ങി വരും, കാരാഗ്രഹത്തിനും ഇറങ്ങി വരും, കൂരിലും ഇറങ്ങി വരും. ദാവീദ് പറഞ്ഞത്, കുൽത്താഴ്വരയിൽ നടന്നാലും നീ എന്നോട് കൂടെ ഇരിക്കുന്നവല്ലോ. സമുദ്രത്തിന്റെ അറ്റത്തേത് വാർത്താലും അവിടെയും ഇറങ്ങി വരുന്ന ഒരു കരമുണ്ട് സഹോദരങ്ങളെ. സിംഹത്തിന്റെ കുഴിയിലും ഇറങ്ങി വരുന്ന ഒരു കരമുണ്ട്. സ്തോത്രം. വിശ്വസിക്കാമോ? അങ്ങനെയെങ്കിൽ സാഹചര്യങ്ങളെ നോക്കാൻ പറ, ഞാൻ സ്വൈര്യമായിരിക്കും, സ്വസ്ഥമായിരിക്കും, സമാധാനത്തോടെ ഇരിക്കും. നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും, താമസിക്കും. അടുത്ത്, നീ കിടക്കും, ആരും നിന്നെ ഭയം. പലപ്പോഴും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാതെ ഉറക്കത്തെ ബാധിക്കുന്ന ഒത്തിരി ഘടകങ്ങൾ, ഭയമാകട്ടെ, ആകുലതകളാകട്ടെ, രോഗബാന്ധവങ്ങളാകട്ടെ, ഇന്ന് പകൽ പ്രത്യാശ വർദ്ധിക്കുന്നെങ്കിൽ നീ കിടക്കും, ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല, ആരും നിന്നെ തകർക്കുകയില്ല. നിന്റെ ഉറക്കം സുഖമായിരിക്കും. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന് ഞെരുക്കത്തിലിരുന്ന് പ്രാർത്ഥിച്ച മനുഷ്യനാ പറയുന്നത്. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കും. ഈ ദിവസങ്ങളിൽ ഞെരുക്കം വന്നാലും ഞരക്കം വന്നാലും സമാധാനത്തോടെ വസിക്കാൻ, സന്തോഷത്തോടെ വസിക്കാൻ, ദൈവകൃപയോടെ വസിക്കാൻ, പരിശുദ്ധാത്മാവിൽ ശക്തരാകാൻ ഇടയായി തീർന്നാൽ നമ്മൾ ധന്യരാണ്. കർത്താവേ, എനിക്ക് നല്ലൊരു ഉറക്കം തരണമേ, സ്വസ്ഥത തരണമേ, എന്റെ കുടുംബത്തിൽ സമാധാനം തരണമേ, എന്റെ തലമുറയുടെ ഭാവി അങ്ങ് കൺട്രോൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. വലിയ സ്വസ്ഥത നിങ്ങൾക്ക് വരാം. ദൈവിക സമാധാനം കൊണ്ട് അവിടെ നിറയ്ക്കാൻ പോകുക. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം, അത് പ്രത്യാശയെ നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല, ഭയപ്പെടേണ്ട എന്ന് പറയുന്നവൻ എന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ അവസാനത്തോളം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞവന്റെ വാഗ്ദത്തമാണ് എനിക്കുള്ള പ്രത്യാശ. പറയാമോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രത്യാശയുള്ളതുകൊണ്ട് ഭയം മാറുകയാ. നാളുകളായി അലട്ടുന്ന, തീരുമോ, തകരുമോ, ഇനിയും എന്തായിത്തീരും, എങ്ങനെ ആയിത്തീരും, ഉത്കണ്ഠകൾ ഇന്ന് പകൽ മാറുകയാ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രരാകട്ടെ. ക്ഷീണിപ്പിച്ചും മന്ദത കൊണ്ടുവന്നും ബലഹീനമാക്കിയും ധൈര്യത്തെ ചോർത്തുന്ന മണ്ഡലങ്ങളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അകത്തൊരു ദൈവിക പ്രത്യാശ വ്യാപരിക്കട്ടെ. ധൈര്യം വ്യാപരിക്കട്ടെ, കരുത്ത് വ്യാപരിക്കട്ടെ. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനത്തിന്റെ ശക്തി ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. അവർക്ക് സമാധാനം വരട്ടെ, സ്വസ്ഥത വരട്ടെ, പ്രത്യാശയിൽ അവർ നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കട്ടെ. സകലത്തെയും ജയിക്കാനുള്ള അനോയിന്റിങ് അവരുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. കരത്തിൽ പിടിച്ചവൻ ആരാണ്? ആ ദിവസം വരെ കാക്കാൻ ശക്തൻ എന്നൊരു ഉറപ്പ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ എല്ലാം ഇപ്പോൾ വ്യാപരിക്കട്ടെ. അവരെ ഒതുക്കുന്ന
തകർക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ലെന്ന് പറയിപ്പിക്കുന്ന മണ്ഡലങ്ങളുടെ മേൽ ദൈവിക പ്രത്യാശയുള്ള ഏവർ ധൈര്യത്തോടെ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കൃപ ജനത്തിന്റെ മേൽ വ്യാപരിക്കണമേ. ഞങ്ങളുടെ സാന്നിധ്യത്തിന് കീഴിൽ അവർ മറയപ്പെട്ടെ. സമാധാനത്തോടെ ഉറങ്ങട്ടെ. സ്വസ്ഥത വ്യാപരിക്കട്ടെ. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകും. നമ്മുടെ ദൈവാത്ഭുതങ്ങളുടെ ദൈവം ഈ വചനങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രശ്നിച്ചു.